രാവിലെ ഒരു ചായ കുടിച്ചിട്ടാകാം യാത്ര എന്നുള്ള രീതിയിലാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഗോൾഡൻ കഫേ കാണുന്നുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് മരച്ചുവട്ടിൽ പലഹാരങ്ങളൊക്കെ വിൽക്കുന്ന കട കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഗോൾഡൻ കഫേയിലേക്ക് കയറുമ്പോൾ കാണുന്നതാണ് ഒരു മെഷീൻ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഡ്രസ്സിലെ പൊടികളെല്ലാം തന്നെ വലിച്ചെടുക്കുന്ന ഒരു കാഴ്ച. നമ്മുടെ നാട്ടിലെ ചായക്കടകളെ പോലെയല്ല, ആദ്യം നമ്മൾ പേ ചെയ്തിട്ട് വേണം ഓരോ സാധനങ്ങളും മേടിക്കാനായിട്ട്. പിന്നീട് ചോദിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ക്യാഷ് കൊടുക്കാതെ പലരും പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം ഇവിടെ മൊത്തത്തിലുള്ളത് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു സ്നാക്സ് മേടിച്ച് പിന്നീടാണ് അത് രുചിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പാൽഗോവയാണ് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 15 രൂപ റേറ്റ് വരുന്നുണ്ട്. 15 രൂപ എന്ന് ആദ്യം കേട്ടപ്പോൾ ഞെട്ടിയെങ്കിലും പിന്നീട് ഇത് ടേസ്റ്റ് നോക്കിയപ്പോഴും ആ ഒരു പാൽഗോവയിൽ മിക്സ് ആയതുകൊണ്ടുമാണ് ഈ റേറ്റ് വന്നത് എന്ന് കഴിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ചായയും കടിയും കഴിച്ച് തീർന്നപ്പോൾ ഏകദേശം 12 മണിയോട് അടുത്തിട്ടുണ്ട്. അപ്പോൾ ടൗണിൽ ഇങ്ങനെ നടക്കുമ്പോൾ കാണുന്നതാണ് ഇതുപോലൊരു ബിരിയാണി കട. ഈ ഒരു മരമാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. നല്ല തണുപ്പ് നൽകുന്ന ഒരു മരം. ഇതിൽ നിന്നും ഒരു കായൊക്കെ കിട്ടും, കഴിക്കാനൊക്കെ പറ്റുന്നതായിട്ടുള്ള. കിളികൾക്കൊക്കെ തന്നെ വളരെയധികം ഇഷ്ടമാണ് ഈ ഒരു മരം. ഒരുപാട് കിളികളെ നമുക്ക് ഈ ഒരു മരത്തിൽ മേലെ കാണാനൊക്കെ സാധിക്കാറുണ്ട്. അങ്ങനെ ഈ ഒരു കടയിലേക്ക് കയറി ചെല്ലുകയാണ്. വളരെയധികം വൃത്തിയായിട്ടുള്ള സാഹചര്യമാണ് നമ്മളെ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പ്രേരിപ്പിച്ചത്. ഉള്ളത് ചെറിയൊരു സെറ്റപ്പാണെങ്കിലും അതിൻ്റെതായ വൃത്തിയിലും ക്വാളിറ്റിയിലും ഇവർ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ബിരിയാണിക്ക് സാമ്യമായിട്ടുള്ളൊരു ബിരിയാണിയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ദമ്മിട്ടിട്ട് തന്നെയാണ് ബിരിയാണി വെക്കുന്നത്. പൊരിച്ച ബിരിയാണി ഇങ്ങനെയുള്ള പലതരം ബിരിയാണികൾക്കൊന്നും ഇവിടെ പ്രാധാന്യമില്ല, അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. റൈസ് ബാലൻസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് കുഷ്ക എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. കടയുടെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. പണ്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലത്തെ കടകളൊക്കെ ചുറ്റുപാടും നമ്മൾ കണ്ടിരുന്നതൊക്കെ ആയിട്ടുള്ള ഒരു നെസ്റ്റോളജി ഫീലിംഗ് ഇവിടുന്ന് വരികയാണ്. ചുമരിലേക്ക് ചാരിയിട്ട ബെഞ്ചിലേക്ക് ചുറ്റുപാടും കസേരകളോ സ്റ്റൂളുകളോ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയാണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലെ ടേസ്റ്റിനോട് അനുയോജ്യമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ ഫീലിംഗ് ചെയ്യുന്നത്. കുറച്ച് എരിവിൻ്റെ സാമീപ്യം കൂടുതലുണ്ടോ എന്നുള്ളത് മാത്രമേ ഡിഫറൻ്റായി തോന്നുള്ളൂ. അതും തന്നെ നല്ല നാച്ചുറലായിട്ടുള്ള സ്പൈസസ് ആണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലെ അണ്ണമയ ഡിസ്ട്രിക്റ്റിലെ മടനപ്പള്ളി എന്ന് പറയുന്ന വലിയൊരു ടൗണിലാണ്. അവിടെ നിന്നും ചിറ്റൂരിലേക്കും തിരുപ്പതിയിലേക്കും 100-150 കിലോമീറ്ററിൻ്റെ ഡിഫറൻറ്റേ കാണുന്നുള്ളൂ. ഇവിടെ നിന്നും 25 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ഹോസർ ഹിൽസ് എന്ന് പറയുന്ന പ്രദേശവും കാണാൻ സാധിക്കും. മദനപ്പള്ളിയുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഫുഡിന് പേര് കേട്ട ഒരു ഏരിയ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ ടിപ്പു സുൽത്താൻ്റെ പള്ളിക്ക് മുന്നിലായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഭക്ഷണം കഴിച്ച സ്ഥലം വരുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ രാജസ്ഥാനികൾ വിൽക്കുന്ന ഈ പാത്രങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരിവിടെ തന്നെ താമസിച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിൽ കാണുന്ന ആ ഷെഡിലാണ് അവർ താമസിക്കുന്നത്. ഫ്ലെക്സ് ഇവർക്കൊരു ഹരമാണെന്ന് തോന്നിപ്പോകും. ആരുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും ടൗൺ നിറയെ ഫ്ലെക്സുകൾ വിൽക്കുന്ന സാഹചര്യമൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത് ഏഷ്യയിലെ ഏറ്റവും വലിയ തക്കാളി മാർക്കറ്റായിട്ടുള്ള മദനപ്പള്ളി തക്കാളി മാർക്കറ്റിലാണ്. ഒരു മാർക്കറ്റിന് 2 കവാടമാണ് ഉള്ളത്. കവാടത്തിൽ കയറിയതും ഇതുപോലത്തെ സ്കെയിൽ 2 ഭാഗത്തും കാണാൻ സാധിക്കുന്നുണ്ട്. പല ഏരിയയിൽ നിന്നും ഇവിടേക്ക് തക്കാളി വരുന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ തക്കാളി മാർക്കറ്റ് എന്നറിയപ്പെടുന്നത് ഈ ഒരു മാർക്കറ്റാണ്. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ടോട്ടി എയർപോർട്ടിൽ നിന്നും എക്സ്പോർട്ടിങ്ങിനായിട്ടും ഇവിടുന്ന് തക്കാളി പോകുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലത്തെ തട്ടുകൾ അടിക്കുന്ന ഒരു കട കാണുകയാണ്. ഇത് പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് വണ്ടിയുടെ ബാക്കിലോ സൈഡിലോ ഹൈറ്റ് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ വല്ല കടകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഷീറ്റൊക്കെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി മേൽക്കൂരയുടെ മേലെ ഇടാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തട്ടായിട്ടാണ് ഇതിനെ കാണുന്നത്. ഒന്നിന് റേറ്റ് വരുന്നത് 150 രൂപ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നിഷ്കളങ്ക ഭാവത്തോട് കൂടിയിട്ടാണ് നമ്മളോട് ഇയാൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളിലേക്ക് വന്ന് നോക്കിയപ്പോൾ 2-3 പണിക്കാരൊക്കെ ഇതിനു വേണ്ടിയിട്ട് ജോലി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാദ്യം മുള ഇങ്ങനെ ചീകിയിട്ട് ഉള്ളിലെ കാമ്പ് ഒഴിവാക്കിയിട്ട് ആ ഒരു പട്ടം മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഈ കാണുന്നത്. ഉള്ളിലെ കാമ്പ് ഒഴിവാക്കിയതിന് ശേഷം അത്യാവശ്യം പണിയെടുത്തിട്ടാണ് ഇവർ ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതിലും കൂടുതൽ റേറ്റ് വരുമല്ലോ എന്നാണ് ഞാനിങ്ങനെ ചിന്തിച്ചു പോയത്. പ്രത്യേകിച്ച് ഈ ഒരു മുളയുടെ സംഭവം ആയതുകൊണ്ട് തന്നെ വളരെയധികം ആവശ്യക്കാരും കൂടുതലായിരിക്കാം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്.